നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KASന്റെ 2020 നടന്ന പ്രിലിംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വളരെ കുറച്ച് സമയം എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരുപാട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ KASനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി സെക്ഷൻ ആണ്. അപ്പൊ ഹിസ്റ്ററി സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. Who wrote the book A Nation in the Making? A Nation in the Making എന്ന് പറയുന്നത് ആരെഴുതിയ ബുക്കാണെന്നാണ് ചോദ്യം. ഇത് പലവർക്കും അറിയാമായിരിക്കും. ഇതൊരാളുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഈ ഓട്ടോബയോഗ്രഫിയുടെ ഓഥർ ആരാണ്? സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, SN ബാനർജി, അതായത് സുരേന്ദ്രനാഥ് ബാനർജി. ആരുടെയാണ് ഓട്ടോബയോഗ്രഫി എ നേഷൻ ഇൻ ദ മേക്കിംഗ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സുരേന്ദ്രനാഥ് ബാനർജി ആണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് മിക്കവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും. എങ്കിലും ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് KASനായിക്കോട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനായിക്കോട്ടെ ചോദിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കണം. അത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് എ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. 1925 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം ഇദ്ദേഹം പൊളിറ്റിക്സിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ടെക്സ്റ്റിനെ പറ്റി പറയുമ്പോൾ എന്താണ് ഈ ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത്? ഓട്ടോബയോഗ്രഫി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നത് കൊണ്ട് തന്നെ ഏർലി പൊളിറ്റിക്കൽ അവേക്കനിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ ഇന്ത്യ ആൻഡ് റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസത്തെ പറ്റിയിട്ടുമാണ് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ജേർണിയെ പറ്റിയിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളർച്ചയെ പറ്റിയിട്ടും അതുപോലെ ഏർലി ഇന്ത്യൻ നാഷണലിസ്റ്റ് ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് എ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കുറച്ചേറെ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്നത് ആരാണെന്ന് മിക്കവർക്കും അറിയാമായിരിക്കും. ഇദ്ദേഹത്തെ പറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876 സ്ഥാപിച്ചത് ആരാണ്? SN ബാനർജി ആണ്. 1876 കൃത്യമായിട്ട് ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, ഏകദേശം കൃത്യം ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂലൈ മാസം 26-നാണ് ഇദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എല്ലാം ഒരുമിച്ച് നിർത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക. അതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മെർജ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ന വർഷം അറിയാലോ, 1885 അപ്പം 1876 ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മെർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ SN ബാനർജിയെ പറ്റിയിട്ട് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അന്നത്തെ കാലത്ത് ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായ രണ്ടാമത്തെ വ്യക്തി, ഇന്ത്യക്കാരിലുള്ള രണ്ടാമത്തെ വ്യക്തിയായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്നത്. അതുപോലെ ബംഗാളി ന്യൂസ് പേപ്പർ, അതായത് ബംഗാളി ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ആ ന്യൂസ് പേപ്പറിന്റെ പേരാണ് ദ ബംഗാളി. എന്താണ് ദ ബംഗാളി എന്ന് പറയുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ അദ്ദേഹം സ്ഥാപിച്ച 1862 അദ്ദേഹം സ്ഥാപിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷ് 1862 സ്ഥാപിച്ച ന്യൂസ് പേപ്പർ ആയിരുന്നു ദ ബംഗാളി. ഇതിന്റെ എഡിറ്റർ ആയിരുന്നു 40 വർഷത്തോളം SN ബാനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പറയുന്നു 1876 ഇദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1885 INCയുമായിട്ട് മെർജ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. ആ കൂട്ടത്തിൽ തന്നെ ഓർത്തു വെച്ചേക്കാം, ഈ ഒരു മെർജ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം 2 വട്ടം INCയുടെ പ്രസിഡന്റ് ഇലക്ഷന് 2 വട്ടം വിൻ ചെയ്ത ആളാണ്. ഏതൊക്കെ വർഷമാണെന്ന് ഓർത്തു വെച്ചേക്കാം. 1895 അതുപോലെ 1902 2 വട്ടവും പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ച് വിജയിച്ച ആളാണ് SN ബാനർജി. 1895 എന്ന് പറയുമ്പോൾ പൂന കോൺഫറൻസ് ആണ്. 1902 എന്ന് പറയുമ്പോൾ അത് അഹമ്മദാബാദ് കോൺഫറൻസ് ആണ്. അപ്പൊ ഇത്രയൊക്കെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതൊന്നും ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടില്ല, നോട്ടായിട്ട് പറഞ്ഞങ്ങ് പോയതാണ്. അപ്പൊ ബാക്കി നോക്കാം. ഇനി ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ടത് എന്താണ്? രാഷ്ട്രഗുരു അല്ലയോ, ടീച്ചർ ഓഫ് ദി നേഷൻ എന്നറിയപ്പെടുന്നത്, രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? SN ബാനർജിയാണ്. അതുപോലെ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഈ 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥിരം ചോദ്യമാണ്.
അതുകൊണ്ട് ഒന്നുകൂടെ എടുത്തു പറയുന്നു, അത് വിട്ട് കളയരുത്. അതുപോലെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇദ്ദേഹത്തെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആദ്യത്തെ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആണ്, ജയിലിൽ അടയ്ക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആരാണ്? ഇദ്ദേഹമാണ്. 1883 നമ്മൾ പറഞ്ഞില്ലേ ബംഗാളിയുടെ എഡിറ്റർ ആയിരുന്നു എന്ന്. അപ്പൊ അതിനകത്ത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിള് ഈ ബംഗാളി എന്ന് പറയുന്ന പേപ്പറിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ, പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഇന്ത്യൻ ജേർണലിസ്റ്റ് ആണ് SN ബാനർജി. ഈ പോയിന്റും കൂടെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയൊക്കെ പോയിന്റ്സ് ഇതിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന കുറച്ചേറെ പോയിന്റ്സ് ഉണ്ട്, കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അതിനകത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ ആൻഡ് ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946 പബ്ലിഷ്ഡ് ആവുന്നത്. ആൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ്സ് ഫ്രീഡം 1936. പിന്നെ ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്ത് എല്ലാവർക്കും അറിയാലോ, 1929 ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്ക്. പിന്നെ അബുൽ കലാം ആസാദിന്റെ ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണ്? അബുൽ കലാം ആസാദിന്റെയാണ്. അപ്പൊ കൂട്ടത്തിൽ പഠിക്കുമ്പോൾ ഇത്രയും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഓപ്ഷൻസിനകത്ത് കിടക്കുന്ന ആൾക്കാരെയും കൂടെ എംഫസൈസ് ചെയ്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദി ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ബിക്കം മെമ്പർ ഓഫ് കൊച്ചിൻ പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് രാജ്യസഭ. അപ്പൊ താഴെ തന്നിരിക്കുന്ന EMS നമ്പൂതിരിപ്പാട്, R ശങ്കർ, C അച്യുതമേനോൻ, K കരുണാകരൻ എന്ന് പറയുന്ന 4 ആൾക്കാരിൽ ആരാണ് നമ്മുടെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കേരളത്തിലെ? അതുപോലെ തന്നെ കൊച്ചിൻ പ്രജാമണ്ഡലത്തിൽ അംഗമായിരുന്നു, തിരുക്കൊച്ചിയിൽ മെമ്പർ ആയിരുന്നു, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും രാജ്യസഭയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം താഴെ പറയുന്നതിൽ ആരാണെന്നാണ് ചോദ്യം. ആരാണ് ആൻസർ? ഓപ്ഷൻ C ആണ്. C അച്യുതമേനോൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. അച്യുതമേനോൻ ഹാഡ് എ ലോങ് പൊളിറ്റിക്കൽ കരിയർ സ്പാനിങ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഫേസസ് ഇൻ കേരള. നമുക്കറിയാം കൊച്ചിൻ പ്രജാമണ്ഡലത്തിൽ ഒരു മെമ്പർ ആയിരുന്നു അദ്ദേഹം. തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു, ഇലക്ടഡ് ആയ ആളാണ്. അതുപോലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു, സെർവ്ഡ് ആണ്. അതുപോലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഏത് വർഷം? 1969, 1970 പിന്നീട് നടത്തിയ ഇലക്ഷൻ, ആ വർഷം തന്നെ നടത്തിയ ഇലക്ഷനിൽ വിൻ ചെയ്യുകയും 1970 മുതൽ 77 വരെയും ഉണ്ടായിരുന്ന ചീഫ് മിനിസ്റ്റർ ആയിരുന്നു C അച്യുതമേനോൻ. ഇദ്ദേഹം രാജ്യസഭയിലും ഒരു മെമ്പർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ സമയത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 1969 ഇഷ്യൂസ്, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1967 മാർച്ച് 6 ഐക്യമുന്നണി മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഘടകകക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നിട്ട് 1969 ഒക്ടോബറിൽ ഈ ഒരു EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ രാജിവെച്ചില്ലേ. അതിനുശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന C അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു മാർക്സിസ്റ്റ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അതാണ് ഈ 1969 കാര്യം പറഞ്ഞത്. എന്നാ വന്നത്? 1969 നവംബർ 1 വരുന്നത്. 1970 ഓഗസ്റ്റ് 10 ജനങ്ങളുടെ വിശ്വാസ വോട്ട് നേടുന്നതിനായിട്ട് ഈ മന്ത്രിസഭ രാജിവെച്ചു. ശേഷം എന്താ ചെയ്തത്? 1970 സെപ്റ്റംബർ 17 അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പുതിയ കൂട്ടുമന്ത്രിസഭ നിലവിൽ വന്നു. അവര് 1977 മാർച്ച് 25 വരെ അധികാരത്തിൽ തുടരുകയും ചെയ്തു. അപ്പം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഭരിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ കൃത്യമായിട്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അതിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ. അപ്പൊ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി സമരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സ്ഥിരം ചോദിക്കാറുണ്ടായിരുന്നു. PSCയുടെ ഒരു ഇഷ്ട മേഖലയാണ് അതെല്ലാം. അപ്പൊ അത് ഐക്യ കേരളം, അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം, പയ്യന്നൂർ സമ്മേളനം, ശേഷം ക്വിറ്റ് ഇന്ത്യ സമരം, എന്തുമായിട്ട് ബന്ധപ്പെട്ട, കേരളവുമായിട്ട് ബന്ധപ്പെട്ട ക്വിറ്റ് ഇന്ത്യ സമരം, മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും, അതുപോലെ തന്നെ ബാക്കി വരുന്ന നിവർത്തന പ്രക്ഷോഭം പോലെയുള്ള കാര്യങ്ങള്, പുന്നപ്ര വയലാർ സമരം, തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണം, അതുപോലെ കൊച്ചിയിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങള്, ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ പ്രജാമണ്ഡലം, കൊച്ചിയിലെ ദ്വിഭരണം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആ ഒരു വരവ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. KS ആവുമ്പം കുറച്ചുകൂടെ ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് കാര്യം അറിയാതെ കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following political parties participated in the വിമോചന സമരം? വിമോചന സമരത്തിൽ പങ്കെടുത്ത പൊളിറ്റിക്കൽ പാർട്ടി ഏതൊക്കെയായിരുന്നു? അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻസിനകത്ത് 2 പാർട്ടിയുടെ പേരേ പറയുന്നുള്ളൂ. ഏതൊക്കെയാ? PSP, RSP.
അപ്പൊ ഈ PSP ഉണ്ടോ RSP ഉണ്ടോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നോക്കാം എന്താണ് വിമോചന സമരം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എതിരായിട്ട് 1959 ആരംഭിച്ച രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു വിമോചന സമരം. ഓക്കെ, അപ്പൊ എന്താണ് വിമോചന സമരം? ഒരു ലിബറേഷൻ സ്ട്രഗിൾ ആണ്. വാസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ 1958 to 59. 58-59 കാലഘട്ടത്തിലാണ്. എന്തായിരുന്നു എയിം? ഓവർത്രോയിങ് ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ലീഡ് ബൈ EMS നമ്പൂതിരിപ്പാട്. അപ്പം ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഒരു പല സോഷ്യൽ ഓർഗനൈസേഷനും സെവറൽ പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു. അതിനകത്ത് പ്രധാനപ്പെട്ട പാർട്ടികളാണ് PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, സിറിയൻ ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് നായർ സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനകത്ത് PSP RSP ഉള്ളൂ. സോ ഇത് രണ്ടും ഇല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ D ആണ് കറക്റ്റ്. ബോത്ത് ഓഫ് ദി അബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ടത് എന്താണ്? EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു 1959 നടന്ന ഈ ഒരു വിമോചന സമരം എന്ന് പറയുന്നത്. അപ്പം ഭൂവുടമസ്ഥതാ ബന്ധങ്ങളിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിട്ട കാർഷിക ബന്ധ ബില്ലും ഈ സമരത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളിൽ പെടുന്നുണ്ട്. അതൊരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ഭൂവുടമ സമ്പ്രദായത്തിനെതിരെ നടന്ന ഒരു ബില്ലിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനോടുള്ള എതിർപ്പായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിമോചന സമരത്തെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പൊ എന്റെ ആ ഒരു റിലേറ്റഡ് ഫാക്ട്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പൊ ഇനിയും ചോദിക്കുന്ന സമയത്ത് ഓർക്കുക, PSP RSP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, സിറിയൻ ക്രിസ്ത്യൻ ചർച്ച്, നായർ സർവീസ് സൊസൈറ്റി ഇവരെല്ലാം തന്നെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദ അജിറ്റേഷൻ വാസ് സക്സസ്ഫുൾ. ഈ ഒരു വിമോചന സമരം സക്സസ്ഫുൾ ആയിരുന്നു. ഇതോടുകൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഡിസ്മിസ് ചെയ്യപ്പെട്ടു. അതുപോലെ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ജവഹർലാൽ നെഹ്റു 1959 ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതെല്ലാം നടന്നത്. അപ്പൊ 3 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സ്പീഡിൽ പറഞ്ഞു പോയത് സമയനഷ്ടം ഉണ്ടാവാതിരിക്കാനാണ്. അപ്പം മുന്നോട്ടും ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സെക്ഷൻകാർക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.